ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ പെരുന്നാൾ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ തെക്കുബീറൊക്കെ കില്ലണേ കേട്ടിട്ടാണ് നമ്മൾ അടുക്കളയിലേക്ക് എത്തിയിട്ടുള്ളത്. എന്നതിനെക്കാട്ടും നേരത്തെ എണീറ്റിട്ടുണ്ട്. ഒരു 5 മണി 5:15 നേരത്തെ ആയപ്പോഴത്തേന് നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഏതായാലും നമ്മൾ രാവിലത്തെ ചായയും കടിയൊക്കെ ഫസ്റ്റ് തയ്യാറാക്കാം. ആദ്യം കുറച്ച് ഉച്ചത്തേക്കുള്ളതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ മൂത്തച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വന്നാണ് കേട്ടോ പഴം പൊരിച്ചൊക്കെ. ഇവിടെ പിന്നെ രാവിലത്തെ ചായക്കടി എന്നത്തെ പോലെ തന്നെ കറിയും കടിയൊക്കെ തന്നെ വേണം. മറ്റേത് ഇവരൊന്നും രാവിലെ ഇതുപോലെ എണ്ണ പലഹാരങ്ങളൊന്നും കഴിച്ചിട്ട് പോകില്ല. അപ്പോൾ രാവിലെ എന്നത്തെ പോലെ ദോശ ചുട്ടിട്ടുണ്ട്. ഞാൻ ഷോർട്സൊക്കെ വിടുമ്പോൾ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നും ഇതുപോലെ ദോശ തന്നെയാണോ ചുടാറ്, ഈ അപ്പം തന്നെയാണോ ചുടാറെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടുതൽ ഇത് തന്നെയായിട്ട് ഉണ്ടാക്കാറ്. എല്ലാവർക്കും ഇത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഏതായാലും അതൊക്കെ കൂട്ടി കഴിച്ചൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇന്നലെ തലേന്ന് മന്തിക്കുള്ളതൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ചിരുന്നു. മസാല എനിക്ക് അധികം മസാലയോട് കൂടിയിട്ടുള്ള മന്തിയായിട്ട് ഏറ്റവും ഇഷ്ടം. ഈ പൊടികൾ മാത്രം ഇട്ടിട്ടുള്ള മന്തി അത്ര ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് മസാലയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ബിരിയാണിയിലുള്ള മസാല അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം മസാല ആക്കി തയ്യാറാക്കിയിരുന്ന, അതായത് ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കൊക്കെ അത്യാവശ്യം ഇട്ടിട്ട് നല്ലൊരു മസാല കൂട്ടാക്കിയിട്ട് ഉണ്ടാക്കി കുഴച്ച് വെച്ചായിരുന്നു. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ. എത്രയും ഇരിക്കുന്നു അത്രയും ടേസ്റ്റ് കൂടുതലുള്ള മന്തിക്കും. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ചിക്കൻ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അതും സെറ്റാക്കുന്നുണ്ട്. പിന്നെ മന്തിൻ്റെ അരി വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് കുതിർത്തി വെക്കുന്നുണ്ട്. ഇത് ഗോൾഡൻ അരി ആയതുകൊണ്ട് 1 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കണ്ടേ. അപ്പോൾ അതിനെ ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ച് മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതും അവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഇറച്ചിയും കൂടി ഇട്ടെടുത്തിട്ട് അതവിടെ കിടന്ന് വെന്തോളും. ഇവിടെ നമുക്ക് ഇവിടുത്തെ ഉമ്മ ഒന്നും ബിരിയാണി നെയ്ച്ചോറ് കാര്യങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ. മന്തിയൊന്നും കഴിക്കില്ല. അപ്പോൾ നമുക്ക് വെറും ചോറ് തന്നെ ഉണ്ടാക്കണം. അവർക്ക് അതും ഉണ്ടാക്കണം, നമുക്ക് ഇതും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഇറച്ചി ഗ്രേവി ആക്കിയിട്ട് അത് സെറ്റാക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് ഇറച്ചി വാങ്ങിക്കൊടുന്നിട്ട് അതും വേറെ സെറ്റാക്കുന്നുണ്ട്. മന്തിക്കുള്ളത് ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെ കിടന്ന് സെറ്റായിക്കോളും. ഈ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കർമ്മത്തിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഏറ്റവും ടേസ്റ്റ് അതല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ കർമ്മത്തിക്ക് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അരിഞ്ഞ് അത് ഞാൻ കുക്കറിലിട്ടിട്ട് 2-3 വിസിലടിച്ചാൽ അത് അവിടെ സെറ്റാവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ അത് പെട്ടെന്ന് അരിഞ്ഞെടുത്തിട്ട് അതവിടെ സെറ്റാക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ചിരണ്ടി അതും സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ മന്തിൻ്റെ പണി കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതായത് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇറച്ചിയൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് പൊരിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറ്. ഒറ്റ പണിക്ക് അതവിടെ കിടന്ന് സെറ്റാവും. ഇനി അതിൽ ഇറച്ചി എടുത്തിട്ട് നമ്മൾ ചോറ് അതിൻ്റെ മുകളിലിട്ടെടുക്കും. അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ അരി ഇട്ടുകൊടുക്കുന്നുണ്ട്. മന്തിക്കുള്ള അരിയും അത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഞാൻ വെറും ചോറിനുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അതവിടെ കിടന്ന് സെറ്റായിട്ട് എത്തിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കത് ഹസ്ബൻഡ് പള്ളിയിൽ പോയി വന്നപ്പോൾ എനിക്ക് മോൾക്കും ഓരോ ഇതുപോലെയാണ് ഇപ്രാവശ്യം പള്ളിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു മിഠായും ഒരു ഈത്തപ്പഴം 2-3 നട്ട്സും. അപ്പോൾ കുട്ടികളൊക്കെ മാറ്റി ഒരുങ്ങി അതും സെറ്റായിട്ടുണ്ട്. അവരുടെ ഫോട്ടോ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും പിന്നെയുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. തകൃതിയായിട്ടുള്ള പണികളായതുകൊണ്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ദമ്മ് പൊട്ടിക്കുന്നൊരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മളെ മന്തി സെറ്റായി നമ്മൾ ചോറ് തിന്നാൻ ഇവിടെയൊക്കെ നേരത്തെ ഫുഡ് കഴിക്കും കേട്ടോ. എല്ലായിടത്തും പെരുന്നാളാകുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ നേരത്തെ 10 മണി 10:30 ആകുമ്പോഴത്തേനൊക്കെ ഫുഡ് കഴിക്കും കേട്ടോ. ഇവിടെ ഞങ്ങൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഫുഡ് കഴിക്കാറ്, എന്നത്തെയും പോലെ തന്നെ കേട്ടോ. പിന്നെ അതിന് മുന്നേ നമുക്ക് സൈഡായിട്ട് ഒന്നും കഴിക്കാനും പറ്റില്ല. പായസമോ കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് അത് അവിടെ സെറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അതൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഒന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഇവിടെ സാധാ വെറും ചോറും കൂട്ടാൻ അതൊരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. മന്തിയും പിന്നെ അതിലേക്കുള്ള മയോണൈസും ചട്നിയൊക്കെ അതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പെരുന്നാൾക്ക് വീട്ടിൽ പോകണില്ല കേട്ടോ. അതായത് പെരുന്നാളിൻ്റെ അന്ന് വീട്ടിൽ പോകണില്ല, തലേന്നാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ടാണ്. വല്യമ്മാനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഏതായാലും ഇത്രയുള്ള വീണ്ടും ഫുള്ളായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും അവിടെ ചെന്നതിന് ശേഷം എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇത്രയുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയതായിട്ട് വന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണ്ട. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.